എന്താടാ വിളിച്ചു കൂവുന്നേ? രണ്ട് ചുണക്കുട്ടികൾ കിഴക്കെടുത്ത് കയറി തെറി കൊണ്ട് അഭിഷേകം നടത്തുന്നു. നല്ല വെറൈറ്റി തെറികൾ. വാ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവനെ പേഴ്സണലായിട്ട് വിളിച്ചിട്ടുള്ളൂ. വേറെ ആരാണ്ട് വീട്ടുകാരെ കുടുംബക്കാരെ ഒന്നും ഞാൻ വിളിച്ചിട്ടില്ല. പക്ഷെ അവൻ എന്റെ വാപ്പാക്കും എന്റെ തന്തയ്ക്കും എന്റെ തന്തക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. ആരാണ് സ്റ്റീഫന്റെ തന്ത? വിളിക്കും. നിന്നെ പോലെ തന്തയിലായ്മ പറഞ്ഞ പിന്നെ വിളിക്കാതെ ആരെ പിന്നെ വിളിക്കുക? നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? ഒന്നുമില്ലെങ്കിൽ ഞാനൊരു സാഹിത്യകാരൻ. ഈ എത്ര വലിയ പുണ്ണ ഗെയിമർ എന്ത് പൂർണ്ണമായാലും ഒരു മയരില്ല. മനസ്സിലായി? ഞാൻ നല്ല പച്ച മലയാളത്തിൽ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞാലോ ഏത് അടിയെന്ന് പറയുമ്പോ വിളിച്ചിട്ട് എനിക്ക് ഇതുണ്ട് അതുണ്ട്. നീ വലിയ ആളാണ്. ആര് വിളിച്ചിട്ട്? ആരാ വിളിച്ചേ? നിന്നെ വിളിച്ചിട്ട് അതുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നീ ഒന്ന് ചോദിച്ചു നോക്കിയേ ആരാ വിളിച്ചേന്ന് എന്റെ ഫോണില്. കാണിച്ചു കൊടുക്കട്ടെ? അതല്ല ഉദ്ദേശം. ഞാൻ പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് മണവാൾ എന്ന് പറയുന്ന അക്കൗണ്ടിനകത്തുനിന്ന് വന്നതാ. ഹലോ എന്ന് പറഞ്ഞ ആദ്യം ഒരു മെസ്സേജ് വന്നു, രണ്ടാമത്തെ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. ഓഡിയോ കോൾ 2 വട്ടം വിളിച്ചു, ഞാൻ എടുത്തു. ഞാൻ അങ്ങേ അച്ഛൻ പോയ ഇന്ത്യൻ പ്രസിഡന്റ് ആവും. ഇങ്ങേ അച്ഛൻ വന്ന തനി തറയാണല്ലോ. എനിക്കൊരു മയരില്ല. നീ എന്ത് പുണ്ണേന് എനിക്കൊരു മയരില്ല. ഞാൻ നിന്റെ അടുത്തിന്റെ വല അറിയാം അതൊരു വേണമെന്നുള്ള സംഭവം വന്നു. അതിന് ഞാൻ പറഞ്ഞു സോറി ഒക്കെ ഞാൻ ക്ഷമയൊക്കെ. എനിക്ക് ഈ മയരി ഇതിന്റെ കാര്യം എനിക്കറിയാം. ആണോ? അപ്പൊ അറിയാതെ നിന്റെ തന്ത എന്നുള്ള വാക്ക് അറിയാതെ എന്റെ വായിൽ വന്നു. മോശമായി പോട്ടോ, ഭയങ്കര മോശമായി പോയി. അറിയാതെ എന്റെ വായിന്ന് വന്നു പോയതാണ് നിന്റെ തന്ത എന്നുള്ള വാക്ക്. നിന്റെ തന്തയെ പോയി വിളിക്കാൻ പറഞ്ഞത് അറിയാതെ വന്നു പോയി. എന്റെ കുടുംബക്കാർക്ക് ഒരു തേങ്ങ അറിയില്ല, എന്റെ വീട്ടുകാർക്ക് ഒന്നും അറിയില്ല. എന്റെ തന്തയ്ക്ക് വിളിക്കാൻ മാത്രം പൂറി മോനെ നീ ആരാമാരാ. ഓക്രിത്തരം കാണിച്ചാൽ ഇങ്ങനെയായിരിക്കും വീട്ടിലിരിക്കുന്നവരൊക്കെ കേൾക്കേണ്ടി വരും. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ല. നീ നന്നായാൽ തന്നെ പകുതി കാര്യങ്ങൾ പകുതി പ്രശ്നം അവർക്കൊന്നും കേൾക്കേണ്ടി വരില്ല. നമ്മള് ആണുങ്ങൾ തമ്മിൽ തീർക്കല്ലേ. പക്ഷെ വീട്ടിലുള്ള ആൾക്കാർ തന്തക്കും മരുന്ന് വിളിക്കരുത്. വിളിക്കാൻ നിൽക്കണ്ട പൂറി മോനെ. വെരി ഗുഡ്. നല്ല ഫോറിൻ തെറി. ശരി, അച്ചിലോക്കിയ കുറിതൊട്ടമാണ്. നല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചു നിനക്ക്. ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്ന കേൾക്കാൻ സൗകര്യമില്ല.